വിമാനത്താവള നഗരമായ മട്ടന്നൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നു. മട്ടന്നൂരിൽ നഗരസൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന വിവിധ പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രവൃത്തികൾ 6 മാസത്തിനകം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. വിമാനത്താവള നഗരമെന്ന നിലയിൽ മട്ടന്നൂരിനെ ആധുനികവൽക്കരിക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നഗര സൗന്ദര്യവൽക്കരണത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും KSTP റോഡ് പ്രവൃത്തിയും മറ്റും പൂർത്തിയാക്കാൻ കാലതാമസമുണ്ടായതിനാൽ വൈകി. നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പൂച്ചെടികൾ കൊണ്ടുള്ള മതിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിന്റെ മുഖം മാറ്റുന്ന തരത്തിൽ ക്ലോക്ക് ടവറും ഓപ്പൺ ഓഡിറ്റോറിയവും ഹരിത ഇടനാഴിയും ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. KK ശൈലജ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ച് മട്ടന്നൂർ ജംഗ്ഷനിലാണ് ക്ലോക്ക് ടവർ സ്ഥാപിക്കുക. ഇരിട്ടി കണ്ണൂർ റോഡുകൾ കൂടിച്ചേരുന്ന കവലയിൽ റോഡ് വീതി കൂട്ടി നവീകരിച്ചിട്ടുണ്ട്. ക്ലോക്ക് ടവർ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞു. ക്ലോക്ക് ടവറിനൊപ്പം ദിശാസൂചക ബോർഡുകൾ, വഴിവിളക്കുകൾ എന്നിവയും സ്ഥാപിക്കും. കൂടാതെ വർഷങ്ങളുടെ പഴക്കമുള്ള ആവശ്യമാണ് ഹരിത ഇടനാഴി. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിനും ബസ് സ്റ്റാൻഡിന്റെ പിറകിലെ ഷോപ്പിംഗ് കോംപ്ലക്സിനുമിടയിലുള്ള ബൈപ്പാസ് റോഡാണ് ഹരിത ഇടനാഴിയെ വികസിപ്പിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്നിടങ്ങളിൽ KK ശൈലജ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. സ്മാരകം എന്നുള്ളത് എഴുതിയൊക്കെ വേണം. പിന്നെ സമാധാനത്തിൻ്റെ ഒരു ചിത്രം 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടെ പ്രവൃത്തി നടത്തുക. ഇതുവഴി ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ശ്രമം നടത്തിവരികയായിരുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്നും സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള തടസ്സങ്ങളും മറ്റും മൂലം നടപ്പായില്ല. ഇരുവശങ്ങളിലും പൂന്തോട്ടവും അലങ്കാരങ്ങളുമുള്ള പാതയാക്കി നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ബസ് സ്റ്റാൻഡിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവും നടന്നുവരികയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ സമര സ്മാരകം എന്ന നിലയിലാണ് മട്ടന്നൂരിൽ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലത്തായാണ് സ്റ്റേജ് ഉൾപ്പെടെയുള്ള ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുക. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൊതുപരിപാടികൾ നടത്താനായി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. ഇതിനായി നേരത്തെ ഇവിടെയുള്ള പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയിരുന്നു. ഇവയൊക്കെ യാഥാർത്ഥ്യമായാൽ വിമാനത്താവള നഗരമായ മട്ടന്നൂരിന്റെ മുഖച്ഛായ തന്നെ മാറും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.